മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. മലപ്പുറം കരുളായി പൂച്ചപ്പാറയിലെ മണി എന്ന യുവാവാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് മണിയുടെ കയ്യിൽ 5 വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു. തെറിച്ചു വീണ കുട്ടി തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ആശുപത്രി കാണിക്കാൻ വന്നതാണ്. ആശുപത്രി കാണിക്കാൻ വന്നതാണ്. പേരെന്തേലും? അയ്യപ്പൻ പൂച്ചപ്പാറ. എൻ്റെ നിങ്ങളാണ് ഏറ്റി കൊണ്ടുവന്നത്? നിങ്ങളപ്പോൾ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്തിലാണ്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. നിങ്ങൾ അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതിന് ശേഷമാണ്? അവിടെ പോയി എത്തിയ ശേഷം ഞാൻ ഏറ്റി വന്നത്. എനിക്ക് വിവരം കിട്ടി 8:10 രാത്രി. 6:30 നടന്നിട്ട് 8:10 വിവരം കിട്ടുന്നത്. പിന്നെ ആരാ ഫോറസ്റ്റിന്റെ ജീപ്പിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ടാക്സിനാണ്. ആ ടാക്സിൻ്റെ അവർ തന്നെ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് വിവരം പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഏറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിലേക്ക് എത്തില്ല, പോയെത്തി. മരിച്ച വ്യക്തിയുടെ സഹോദരൻ അയ്യപ്പന്റെ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. സംഭവം നടന്നത് ഉൾവനത്തിലായതിനാൽ മണിയെ ചുമന്നു കൊണ്ടുവരേണ്ടി വന്നുവെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിത് ലാൽ പറഞ്ഞു. നഷ്ടപരിഹാരം ഉടനെ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായിട്ട്. രാജേഷ് ശ്രീനിവാസൻ, ഈ മരിച്ച വ്യക്തി ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. പൊതുവെ പറയുന്നത് ചോലനായിക്ക വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ ആകെ 300ഓളം പേരെ അവശേഷിക്കുന്നുള്ളൂ ആ ഗോത്ര വിഭാഗത്തിൽ എന്ന് പറയുന്നത്. അതിലെ ഓരോ വ്യക്തിയുടെയും മരണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യകുലത്തിലെ അവശേഷിക്കുന്ന വർഗങ്ങളിലെ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തിൽപ്പെടുന്നവരാണ് ചോലനായിക്ക വിഭാഗം എന്ന് പറയുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഇത് നടന്നത്? ബനീഷ്, നിരന്തരം കാട്ടാനാക്രമണം മൂലം വിവിധ മരണങ്ങൾ സംഭവിക്കുന്ന കേരളത്തിൽ കാട്ടാനാക്രമണം മൂലം മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇത് മലപ്പുറം കരുളായിലാണ്. ഇത് മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിക്കാണ് ഇന്നലെ 7 മണിയോടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് വനംവകുപ്പ് പറയുന്നതനുസരിച്ച് ഇന്ന് രാത്രി 7 മണിയോടെ മണിയുടെ കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്ന വഴി മറ്റു കുട്ടികളും മറ്റു ബന്ധുക്കളും 3 മുതിർന്നവരും 5ഓളം കുട്ടികളും ഇവരെ കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ മണിയുടെ കയ്യിൽ മണിയുടെ 5 വയസ്സുകാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇടയിലാണ് കാട്ടാന ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ മണി തെറിച്ചു വീഴുകയും മണി മറ്റൊരു ഭാഗത്തേക്കും കുട്ടി മറ്റൊരു ഭാഗത്ത് തെറിച്ചു വീഴുകയും മണിയുടെ 5 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് 8:10ഓടെയാണ് ഈ അപകടം നടന്ന വിവരം വനപാലകരെ അറിയിക്കുന്നത്. തൊട്ടു പിന്നാലെ സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. ഈ അയ്യപ്പൻ 8:10ഓടെ ഈ ഉൾവനമായതുകൊണ്ട് തന്നെ 16 കിലോമീറ്ററോളം ഉൾവനമായതുകൊണ്ട് തന്നെ ഒരു വാഹന ഗതാഗതം അങ്ങോട്ടില്ല. അതുകൊണ്ട് തന്നെ നടന്നായിരിക്കണം അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. പിന്നീട് മണിയെ കണ്ടെത്തുന്നത് 11 മണിയോടെയായിരുന്നു. ഈ സമയത്ത് മണി അബോധാവസ്ഥയിലായിരുന്നു ഒരു സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരുന്നത്. ഇത് ഒരു ഉൾവനമായതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വനംവകുപ്പോ പുറം ലോകോ അറിയാൻ ഒരു സാധ്യത കുറവായിരുന്നു. ഇത് തന്നെയായിരുന്നു മരണം സംഭവിക്കാനുള്ള കാരണം. ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഈ മരണം പെട്ടെന്ന് പുറം ലോകം അറിയുകയും ഈ മണിയെ ഒരു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ മണി ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ആക്രമണത്തിൽ ഒരു സന്തോഷമുള്ള വാർത്ത എന്താ വെച്ചാൽ ഈ ഒരു കുട്ടി മണിയുടെ 5 വയസ്സുകാരി കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റ് കൂടെ ഉണ്ടായിരുന്ന 5 പേരും രക്ഷപ്പെട്ടു എന്നാണ്. അതുപോലെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉൾവനമായതുകൊണ്ട് തന്നെ ഈ ചോലനായ്ക്കൽ വിഭാഗം ഒരു ഉൾവനങ്ങളിൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു വളരെ ജനസംഖ്യ കുറഞ്ഞൊരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൾവനങ്ങളിൽ ഇത്ര അപകടം സംഭവിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിൻ്റെ നടപടി സ്വീകരിക്കാനോ വനംവകുപ്പിന് ഒരു കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അപകടം സംഭവിച്ച സ്ഥലത്തേക്ക് ഗതാഗത മാർഗം ദുഷ്കരമാണ് എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മണിയെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടി മണിയുടെ സഹോദരൻ അയ്യപ്പൻ തോളിച്ചുമത് 1.5 കിലോമീറ്ററാണ്. അത് ഈ ഉൾവനമായതാണ് കാരണമെന്നാണ് നിലമ്പൂർ സൗത്ത് DFO അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുടുംബത്തിന് മരിച്ച മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ബനീഷ്, നിലമ്പൂർ കരുളായി പഞ്ചായത്തിലെ മാഞ്ചേരി പൂച്ചപ്പാറ ഊരിലാണ് മരിച്ച
മണി താമസിച്ചിരുന്നത്. ദൃശ്യങ്ങൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. മണിയെയാണ് ഈ നിമിഷം കാണിക്കേണ്ടത്, മരിച്ച വ്യക്തി. കാരണം ആ വ്യക്തി കേവലം ഒരു വ്യക്തിയല്ല, അത് ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് മണി എന്ന് പറയുന്നത്. നിലമ്പൂരിലെ കരുളായി പഞ്ചായത്തിലെ മാഞ്ചേരി പൂച്ചപ്പാറ ഊരിലാണ് മണി താമസിച്ചിരുന്നത്. ഇന്നലെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു മണി. തിരിച്ചു വരുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമിച്ചു എന്നറിയാൻ താമസിച്ചു, ആശുപത്രിയിൽ എത്തിക്കാനും താമസിച്ചു. ഇതിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നുണ്ട്. അവർ സൂചിപ്പിക്കുന്നത് ഇന്ന് അവിടെ ആരും സമരം ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ മണി ഉൾപ്പെടുന്ന ചോലനായിക്ക ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് 300-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള അതീവ ദുർബല വിഭാഗത്തിൽപ്പെടുന്ന ജനസമൂഹമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മരണം വളരെയേറെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേർ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറിപ്പ് എന്ന് പറയുന്നത്, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കുറിപ്പ് എന്ന് പറയുന്നത്. വനപാലനം എന്ന് പറയുന്നത് ന്യൂനതകൾ മാത്രമാണ്. കാട്ടുചോലകളും ആനത്താരകളും കയ്യേറി നശിപ്പിച്ചു. ആനയ്ക്ക് പഥ്യമായതെല്ലാം വെട്ടി നശിപ്പിച്ചു. തീറ്റയും വെള്ളവും തേടി ജനവാസ മേഖലകളിൽ ആന വരുന്നത് സ്വാഭാവികമായി തീരുന്നു. ഇതുപോലെ പാവങ്ങളുടെ ജീവൻ പോകുന്നത് അങ്ങനെ മറ്റൊരു ഭാഗത്ത്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്താൽ തീരുമോ ദുഃഖം എന്ന് ചിലർ പ്രതികരിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ചോലനായിക്ക വിഭാഗം എന്ന് പറയുന്നത് 300-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള അതീവ ദുർബലമായ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ പൊതുസമൂഹത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ ഉൾക്കാട്ടിൽ പാറകൾക്കൊക്കെ ഇടയിലാണ് പലപ്പോഴും താമസിക്കുന്നത്. മഴയായാലും വെയിലായാലും അവർക്ക് വലിയ വീട് വെച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവർ താല്പര്യപ്പെടുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അവരോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് ആണ് പറയപ്പെടുന്നത്. കാരണം ചോലനായിക്ക വിഭാഗം കാടിനകത്ത് ജനിച്ച് വളർന്നവരാണ്, കാടിനകത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പരിഷ്കാരങ്ങളിലേക്ക് വരാൻ താല്പര്യമില്ല. അവരുടെ ജീവിത രീതി കാടുമായും അതിലെ ഭൂപ്രകൃതിയുമായും അതിലെ മണ്ണുമായും പാറയുമായും ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് കാടിനകത്ത് തന്നെയാണ് അവരുടെ ആവാസ വ്യവസ്ഥ ഉള്ളത്. അവർ ഈ മരിച്ച മണി ഇപ്പോൾ ഒരു ചുവന്ന ടീഷർട്ടൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും അത് ഒന്നും അവരുടെ ആഗ്രഹം കൊണ്ട് ധരിക്കുന്നതല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അവർക്ക് കാടിനകത്ത് തന്നെ തുടർന്നാൽ മതി. വല്ലപ്പോഴും മാത്രമാണ് അല്പം അരി വാങ്ങാനും മറ്റുമായി അവർ പുറത്തോട്ട് പോകുന്നത്. പലപ്പോഴും കാടിനകത്ത് നിന്ന് തന്നെ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുക. അവരുടെ ജീവിത രീതി. പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ അവർ ഭയത്തോടു കൂടി ഉൾവലിഞ്ഞ് തുറിച്ചു നോക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ്. ഇതിൽ മരിച്ച മണിയുടെ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. നമ്മുടെ ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രാക്തനമായ, ഏറ്റവും ആദിമമായ മനുഷ്യരുടെ നിഷ്കളങ്കതയും ഭയവും നിറഞ്ഞ പൊതുസമൂഹത്തിൻ്റെ പരിഷ്കാരങ്ങളോട് അന്തിച്ചു നോക്കുന്ന ഒരു മുഖമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഈ മുഖം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങളോട് നമുക്ക് ചർച്ച ചെയ്യാൻ അല്പം വൈമുഖ്യം വരും. കാരണം ഇന്ന് അവിടെ ആരും സമരം ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനു മുൻപും ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെടുന്നവർ കാട്ടിലെ മൃഗങ്ങളോട് സമരസപ്പെട്ടും കാട്ടിലെ മൃഗങ്ങളോട് പോരാടിയുമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതേപോലെ പലതരത്തിലുള്ള ആക്രമണങ്ങളിൽ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. അവർ അതിജീവിച്ച് പോകുന്നതും ആ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കാട്ടാനകൾക്ക് കാടിനകത്ത് തന്നെ ഭക്ഷണം ലഭിക്കാത്തൊരവസ്ഥ വരുന്നു. കാട്ടാനകൾക്ക് മനുഷ്യരോട് വലിയ ദേഷ്യമുണ്ടാവുന്നു. നാട്ടിലേക്ക് വന്നാൽ മാത്രമേ ഭക്ഷണം കിട്ടൂ എന്നുള്ള അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത സമഗ്രമായ രീതിയിലുള്ള ശ്രദ്ധ വരേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് വേണ്ടത് ചോലനായിക്ക ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് വളരെ ദുർബലമായ വിഭാഗമാണ്. പരിമിതമായ ജനസംഖ്യയെ അതിനകത്തുള്ളൂ. അവർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്ത ഒന്നുകൂടി ചുരുക്കി സൂചിപ്പിക്കുകയാണ്. മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചിരിക്കുന്നു. അത് ചോലനായിക്ക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. മലപ്പുറം കരുളായി പൂച്ചപ്പാറയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു ഈ സംഭവം. ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് മണിയുടെ കയ്യിൽ 5 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. തെറിച്ചു വീണ കുട്ടി തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. മണിയുടെ സഹോദരൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയുമുണ്ടായി. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ജില്ലാ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ സംഭാഷണം കൂടി നമുക്ക് കേൾക്കാം.
ഇന്നലെ വൈകിട്ട് ഒരു 5-5:30 കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കരളായിൽ വന്നവർ തിരിച്ചു പോയി അവർ പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു വന്നു. ഇവർ നടന്ന് അവരുടെ കോളനിയിലേക്ക് പോകാൻ ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും തെറിച്ചു വീണ് കുട്ടികളോട് ബാക്കി കൂടെയുള്ളവർ ഇത് ചെയ്തു. ബാക്കിയുള്ളവർ ഓടി. അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ, ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു. നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ചന്തക്കുന്നെത്തിയപ്പോൾ ഒരു സൗണ്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റായിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായത്. നഷ്ടപരിഹാരം ഉടനെ കൊടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കും.